അപ്പോൾ നമ്മളിന്ന് പുതിയൊരു പൂക്കളം ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാറുണ്ട്. അതുപോലെ ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ കൂടെ വരയ്ക്കുകയാണ്. ടോട്ടൽ നമ്മളിപ്പോൾ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പോർഷൻസ് വരയ്ക്കാൻ നോക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ കൂടെ വരച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ നമ്മൾ 3 സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് മാറ്റമുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിൾ കൂടെ വരച്ചു ചേർക്കും. ടോട്ടല് 4 സർക്കിളാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്. ഉള്ളിൽ വരച്ച സർക്കിൾ കുറച്ച് അകത്തോട്ടാണ് വരച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ച് ഔട്ടറായിട്ടും ഇത് ഇന്നറായിട്ടും. ഇപ്പോൾ ഇന്നറായിട്ട് ഒരു ചെറിയ സർക്കിൾ കൂടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇങ്ങനെ വരച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഡിസൈൻസ് ഒക്കെ ഇതിന് മുന്നിൽ വരച്ച് ചേർക്കാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് കാർവ് ലൈൻസ് ഒക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ, ഒരു ഡിസൈൻ കിട്ടും. അതായത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമുക്ക് വരച്ച് ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഒരു കാർവ് ലൈൻ വരച്ചിട്ട് ഇതൊരു ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ പടത്തിൽ കാണുന്നതുപോലെ കുറച്ച് പാറ്റേൺസ്, ഇതുപോലെ സർക്കിൾ പാറ്റേൺസ്, സർക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ പാറ്റേൺസ് കോണേഴ്സിലായിട്ട് ഇതുപോലെ വരച്ചെടുക്കും. അതുകൊണ്ട് ബാക്കിയുള്ള കോണേഴ്സിലൂടെ ഇങ്ങനെ വരച്ചെടുത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുറച്ച് ട്രയാങ്കിൾസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിൾസ് നമ്മൾ കണക്ട് ചെയ്ത് ഇതുപോലെ ട്രയാങ്കിൾസ് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ജസ്റ്റ് എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ പാറ്റേൺ വരച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതായിരിക്കും നമുക്ക് ഫൈനൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പൂക്കളം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടിപൊളി ഡിസൈൻ ആയിട്ട് പിന്നെ ബൈ ഫ്രം പൂക്കളം ചെയ്യും.